നമസ്കാരം. മലയാളി വിഷു ആഘോഷത്തിന്റെ തിരക്കിൽ നിൽക്കുമ്പോഴും പ്രധാനപ്പെട്ട വാർത്തകളാൽ സജീവമായിരുന്നു ഇന്നത്തെ ദിനം. തെരഞ്ഞെടുപ്പ് കാലത്തെ വാക്പോര്, പ്രചാരണ ചൂട്, ദേശീയ നേതാക്കളെ കളത്തിലിറക്കിയുള്ള മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ, അങ്ങനെ വാർത്തകൾ ഏറെ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. അതിനിടയിൽ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലുള്ള മലയാളികളുടെ മോചനം എപ്പോൾ സാധ്യമാകും എന്ന പ്രധാനപ്പെട്ട ചോദ്യവും ഉയരുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിൽ 3 മലയാളികൾ എന്ന് സ്ഥിരീകരണം. വയനാട്, കോഴിക്കോട്, പാലക്കാട് സ്വദേശികളാണ് ബന്ധികളായത്. ചരക്ക് കപ്പലിലെ ജീവനക്കാരനായ വയനാട് സ്വദേശി ധനേഷ് കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു. സുരക്ഷിതനാണെന്ന് ധനേഷ് അറിയിച്ചതായി പിതാവ് വിശ്വനാഥൻ പറഞ്ഞു. ഇങ്ങോട്ട് ഒരു അല്പം മുമ്പ് ധനേഷ് വിളിച്ചിരുന്നു അമ്മയുടെ ഫോണിലേക്ക്. അപ്പോൾ ഞാൻ സേഫാണ്, മോനാണ് വിളിക്കുന്നത്, സേഫാന്ന് പറഞ്ഞു. അപ്പോൾ പറയുമ്പോൾ തന്നെ ഫോൺ കട്ടാക്കുകയും ചെയ്തു. രാവിലെ നമ്മൾ കമ്പനിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ അവർ 3:30 ആയപ്പം കമ്പനി നമ്മളെ വിളിച്ചിട്ട് അവർ സേഫാണ്, അവരവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ നിയന്ത്രണം മുഴുവൻ ഇറാനാണ് നടത്തുന്നത് എന്ന് പറഞ്ഞിരുന്നു. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? ബന്ധുക്കളുമായി സംസാരിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? ഇവരുടെ മോചനത്തിന് വേണ്ട ഇടപെടലുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിൽ നടക്കുന്നുവെന്നാണ് കുടുംബത്തിന് അറിയിപ്പ് ലഭിക്കുന്നത്? രാഹുൽ, ഈ കപ്പലിലുള്ള 3 മലയാളികളുടെയും കുടുംബങ്ങൾ കനത്ത ആശങ്കയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഒരു ആശ്വാസ വാർത്ത കൂടി എത്തുന്നത്. മുമ്പ് നമ്മൾ കേട്ട പോലെ തന്നെ വയനാട് സ്വദേശിയായിട്ടുള്ള ധനേഷാണ് അല്പം മുമ്പ് കുടുംബവുമായി സംസാരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് ധനേഷിന്റെ മാതാവിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. തുടർന്ന് ഏതാണ്ട് സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സംഭാഷണമായിരുന്നു ഉണ്ടായിരുന്നത്. താൻ സുരക്ഷിതനാണ് എന്ന തരത്തിലുള്ള സംഭാഷണമാണ് ഉണ്ടായതെന്ന് പിതാവ് അല്പം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഫോൺ കോൾ ധനേഷുമായി സംസാരിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് കുടുംബമുള്ളത്. ഏതാണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു ഇയാൾ ജോലിക്കായി അവിടേക്ക് പോകുന്നത്. മറ്റന്നാൾ തിരിച്ച് നാട്ടിലെത്താൻ ഇരിക്കെ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായെന്ന് കുടുംബം തന്നെ പറയുന്നു. അതോടൊപ്പം കപ്പലിലുള്ള മറ്റൊരാൾ കോഴിക്കോട് വെള്ളിപറമ്പ് സ്വദേശിയായ ശ്യാംനാഥ് ആണ്. ഈ ശ്യാംനാഥും മറ്റന്നാൾ നാട്ടിലേക്ക് തിരിച്ചെത്താൻ ഇരിക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ശ്യാംനാഥ് ജോലിക്കായി പോകുന്നത്. 10 വർഷമായി ഈ MSC എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നു എന്നാണ് ശ്യാംനാഥിന്റെ പിതാവ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കപ്പലിലെ എഞ്ചിൻ വിഭാഗത്തിൽ സെക്കൻഡ് എഞ്ചിനീയർ ആയിട്ടാണ് ഈ ശ്യാംനാഥ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം കപ്പലിലുള്ള 3ാമത്തെ മലയാളി പാലക്കാട് സ്വദേശിയായ വടശ്ശേരി സ്വദേശി സുമേഷ് ആണ്. സുമേഷിന്റെ കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല, നിലവിൽ പ്രതികരിക്കാനില്ല എന്നാണ് സുമേഷിന്റെ കുടുംബം അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ ഈ 3 പേരും കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. ആ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. അതോടൊപ്പം തന്നെ ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബം പറയുന്ന പോലെ തന്നെ ഇവർ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇറാന്റെ നിയന്ത്രണത്തിനാണ് ഇപ്പോഴും ഈ മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഉള്ളത്. ഇവരെ മോചിപ്പിച്ച ശേഷം മുംബൈയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. TK രാഹുൽ, ഈ ഇന്ത്യ ഇരു രാജ്യങ്ങളോടും ഔദ്യോഗികമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട്. അതിനിടയിലുള്ള ഈ സംഭവം, അതിൽ ഇപ്പോൾ ഇവരുടെ മോചനം സാധ്യമാക്കാൻ വേണ്ട ഏത് തരത്തിലുള്ള സമീപനമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? ഇവരൊക്കെ സുരക്ഷിതരാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ വലിയ ആശ്വാസം. എന്തായാലും ഈ മോചന നടപടികൾ വൈകില്ല എന്ന് തന്നെയാണോ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാഹുൽ, TK അങ്ങനെ തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് വിചാരിക്കാം. കാരണം ദുബായിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രക്കിടെ ഇന്നലെ രാവിലെയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിന് പിന്നാലെ ഈ കമ്പനി അധികൃതർ തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കമ്പനി അധികൃതർ തന്നെയാണ് ഇവരെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. ഉടൻ തന്നെ ഇവരെ മോചിപ്പിച്ചുകൊണ്ട് സുരക്ഷിതരായി തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഈ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം. TK ശരി. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം, അതാണ് മലയാളികളടക്കം അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പുമായി ഇറാൻ. പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ വലിയ വില നൽകേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ്. ഇന്നലത്തെ ആക്രമണം ലക്ഷ്യം കണ്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ ഇറാന്റെ മുഴുവൻ ഡ്രോണുകളും പ്രതിരോധിക്കാനായി എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം.
മേഖലയിലെ വ്യോമഗതാഗതം സാധാരണ നിലയിലേക്കാവുകയാണ്. ഇറാന്റെ ആക്രമണത്തെ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ അപലപിച്ചു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാർ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. രാംകുമാർ, ഇറാനും ഇസ്രയേലും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ തന്നെ തുടരുന്നു. കൂടുതൽ ജാഗ്രതയോടുകൂടി തുടർ നടപടികൾക്കുള്ള ആലോചനയും നടക്കുന്നു എന്നുള്ളത് ആശങ്കയേറ്റുന്ന ഒരു കാര്യമാണ്. അതിനിടയിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ ഇടപെടൽ, UN-ന്റെ ഇടപെടലൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു സമവായത്തിനുള്ള സാധ്യത തെളിയുന്നുവെന്ന് പറയാൻ കഴിയുമോ രാംകുമാർ? റിജിത്ത്, നിലവിലെ സാഹചര്യത്തിൽ ആയുധങ്ങൾ കൊണ്ടുള്ള ഒരു പ്രകോപനത്തിൽ നിന്ന് തൽക്കാലം രണ്ട് രാജ്യങ്ങളും മുതിർന്നിട്ടില്ല. എങ്കിൽ പോലും പരസ്പരമുള്ള വാക്പോരുകൾ, അവകാശവാദങ്ങൾ, മുന്നറിയിപ്പുകൾ ഇതൊക്കെ തന്നെ തുടരുകയാണ്. ഏതാനും കുറച്ച് സമയം മുമ്പ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇന്നലെ നടന്ന ഡ്രോൺ ആക്രമണത്തിന് ഒരു വിശദീകരണ കുറിപ്പ് പുറത്തിറക്കുകയുണ്ടായി. അതിൽ പറയുന്നത് സ്വന്തം ഞങ്ങളുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാനുള്ള അവകാശം വിനിയോഗിക്കുക മാത്രമാണ് ഇറാൻ ചെയ്തിട്ടുള്ളത്. അതിനുള്ള അവകാശം ഇറാൻ ഉണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ വിശദീകരണ കുറിപ്പ്. അതിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശക്തമായ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾക്ക് ഒരു തിരിച്ചടിക്ക് മുതിരുകയാണെങ്കിൽ അത് വലിയ സംഘർഷത്തിലേക്ക് പോകും എന്നാണ് മുന്നറിയിപ്പ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കരുത് എന്ന് അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്ക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതികരണം എന്തെന്നാൽ ഇന്നലെ ഇറാൻ തൊടുത്ത എല്ലാ ഡ്രോണുകളും, ഏകദേശം 300ഓളം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ ഇന്നലെ തൊടുത്തത്. ഇവയെല്ലാം തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രത്യാക്രമണത്തിനെ വിജയിക്കാൻ കഴിഞ്ഞു എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. മാത്രമല്ല, ശക്തമായ തിരിച്ചടി നൽകും എന്ന മുന്നറിയിപ്പ് ഇസ്രായേലും നൽകുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ മറ്റു രാജ്യങ്ങളുടെ സജീവമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. നയതന്ത്ര പരിഹാരം തന്നെയാണ് എല്ലാവരും തേടുന്നത്. തുർക്കി ഇറാനുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞു. കൂടുതൽ പ്രകോപനത്തിന് മുതിരരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാനും സമയത്തിനുള്ളിൽ G7 രാജ്യങ്ങൾ യോഗം ചേരും. അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയും യോഗം വിളിച്ചിട്ടുണ്ട്, അടിയന്തരമായ യോഗം വിളിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് കൂടുതൽ പ്രകോപനം ഉണ്ടാകരുതെന്നാണ്. ജർമ്മനി, ഫ്രാൻസ്, UK തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാന്റെ ഈ ഒരു നടപടിയെ എതിർത്ത് രംഗത്ത് വന്നു. അതിനെതിരെ ഇറാൻ ഈ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ച് അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇറാൻ പറയുന്നതനുസരിച്ച് അവരുടെ ഡമാസ്കസിൽ അവരുടെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. അവരുടെ റവല്യൂഷണറി ഗാർഡിന്റെ സുപ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇതിനോട് പ്രതികരിക്കാനുള്ള ഒരു അവകാശം തങ്ങൾക്കുണ്ട് എന്നാണ് ഇറാന്റെ അവകാശവാദം. മാത്രമല്ല, ഈ നേരത്തെ തന്നെ ഈ ഹമാസും ഇസ്രായേലും തമ്മിലായിരുന്നു പശ്ചിമേഷ്യയിൽ നേരിട്ടുള്ള യുദ്ധമെങ്കിൽ പോലും ഇറാൻ പരോക്ഷമായി അതിൽ തുടക്കം മുതലേ തന്നെ പങ്കാളികളാണ്. കാരണം ഇറാൻ പിന്തുണയ്ക്കുന്നവരാണ്. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സായുധ സംഘങ്ങളാണ് ഹമാസ്. അതുപോലെ ലബനനിലെ ഹിസ്ബുള്ളയായാലും യമനിലെ ഹൂതികളായാലും ഒക്കെ തന്നെ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ഇവരെല്ലാം തന്നെ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഈ ദമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഉള്ള ആക്രമണത്തിലൂടെ ഇറാന് നേരിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു അവസരം ശരിക്കും ഇസ്രായേൽ തുറന്നു കൊടുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശരി, എസ് രാംകുമാർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ സാഹചര്യം കൂടുതൽ വഷളാവുന്ന നിലയിലേക്ക് എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇറാന്റെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിലായും പുറത്തുവരുന്നത്. അതിനിടയിലും സമവായ നീക്കങ്ങൾ സജീവമാക്കുന്നുണ്ട് UN-ഉം ലോകരാജ്യങ്ങളും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും ഏക സിവിൽ കോഡും നടപ്പിലാക്കുമെന്ന് BJPയുടെ പ്രകടന പത്രിക. അന്താരാഷ്ട്ര രാമായണോത്സവം, 2036 ഒളിമ്പിക്സ് ആതിഥേയത്വം, 6G ഇന്റർനെറ്റ് സേവനമടക്കമുള്ള വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിൽ ഇടം പിടിക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിലാണ് പ്രകടന പത്രിക BJP പുറത്തിറക്കിയത്. സൗജന്യ റേഷൻ, ആയുഷ്മാൻ ഭാരത്, മുദ്ര പദ്ധതി എന്നിവ വിപുലീകരിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം,
ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഏക സിവിൽ കോഡ്, ഇതൊക്കെ നേരത്തെയുള്ള പ്രഖ്യാപനങ്ങളാണെങ്കിലും അത് പ്രകടന പത്രികയിലും ഇടം പിടിക്കുന്നു. എന്താണ് BJP ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, കർഷകരെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇടം പിടിക്കുന്നു. അതിൻ്റെ ഉള്ളടക്കം എങ്ങനെ BJP ലക്ഷ്യമിടുന്നത് എന്ത് ബൽറാം? റിജിത്ത, മോദിയുടെ ഗ്യാരണ്ടി എന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJP ഉപയോഗിക്കുന്ന ആപ്തവാക്യം മുൻനിർത്തി തന്നെയാണ് BJPയുടെ പ്രകടന പത്രികയായ സങ്കല്പ പത്ര എന്നുള്ളത്. അടിസ്ഥാന തത്വങ്ങളായി 4 കാര്യങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, പാവപ്പെട്ടവർ എന്നിവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക എന്ന് BJP വ്യക്തമാക്കുന്നു. ഈ എല്ലാ മേഖലകളിലുള്ളവർക്കുള്ള പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രിക എന്ന് വ്യക്തമാക്കുമ്പോഴും ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയ പ്രധാനമന്ത്രി ഏറ്റവും അവസാനമായി ഊന്നൽ നൽകിക്കൊണ്ട് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് CAA ആണ്, മറ്റൊന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, മൂന്നാമത്തെ വിഷയമാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നുള്ളത്. ഇവ 3ഉം നടപ്പിലാക്കാൻ BJP പ്രതിജ്ഞാബദ്ധം എന്നാണ് ഈ പ്രകടന പത്രികയിലും BJP ഏറ്റവും ശക്തമായി തന്നെ പറയുന്നത്. തങ്ങളുടെ വോട്ട് ബാങ്കിനെ ഉറപ്പിച്ചു നിർത്താൻ തന്നെയാണ് ഈ വിഷയങ്ങൾ ഈ പ്രകടന പത്രികയിലും ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം ഒട്ടേറെ വാഗ്ദാനങ്ങൾ ഉണ്ട്. BJPയുടെ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം എന്നുള്ളത് സൗജന്യ റേഷൻ വരുന്ന 5 വർഷത്തേക്ക് കൂടി നീട്ടും എന്നുള്ളതാണ്. സമാനമായി തന്നെ നിലവിലുള്ള പദ്ധതികൾ പലതിൻ്റെയും കാലാവധി നീട്ടുകയും അതിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. മരുന്നുകൾ, ജനൌഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകളുടെ വില 80% കുറയ്ക്കുമെന്ന പ്രഖ്യാപനമുണ്ട്. സമാനമായി തന്നെ മറ്റ് സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ തൊഴിൽ വർദ്ധിക്കുന്നതിന് ആവശ്യമായി ഉള്ള പദ്ധതികൾ BJP പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം അടിസ്ഥാന സൗകര്യ വികസനം മുൻനിർത്തിയുള്ള പദ്ധതികൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. മെട്രോ റെയിൽ ശൃംഖല വിപുലീകരണം, ഒപ്പം തന്നെ ബുള്ളറ്റ് ട്രെയിൻ, രാജ്യത്തിൻ്റെ 4 വശങ്ങളിലും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കും. വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം, സേവനവും അതിൻ്റെ ക്ലാസുകളും വർദ്ധിപ്പിക്കും എന്ന പ്രഖ്യാപനമുണ്ട്. 6G ഇന്റർനെറ്റ് സേവനം രാജ്യത്ത് നടപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്നു. 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് സൗകര്യമൊരുക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഒപ്പമാണ് മുദ്രാ ലോൺ തുകയുടെ നിലവിൽ 10 ലക്ഷം എന്ന പരിധി 20 ലക്ഷമായി ഉയർത്തും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി 3 കോടി വീടുകൾ ഈ പദ്ധതി വഴി നിർമ്മിക്കുമെന്നും കൂടാതെ 70 വയസ്സിന് മുകളിലുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ആയുഷ്മാൻ പദ്ധതിയിൽ ഭാഗമാക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. BJPയുടെ പ്രകടന പത്രികയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. സംസ്ഥാനത്തേക്ക് വന്നാൽ കാണാം വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ഇടുക്കിയുടെ വികസനത്തെക്കുറിച്ച് സമഗ്രമായ വികസന കാഴ്ചപ്പാടാണ് ജില്ലയിലെ സ്ഥാനാർത്ഥികൾക്കുള്ളത്. ടൂറിസത്തിനാണ് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെയും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെയും പ്രഥമ പരിഗണന. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള പദ്ധതിയും മലയോര റെയിൽവേ പദ്ധതിയുമാണ് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വന്യജീവി പ്രശ്നങ്ങളാണ്. അതിന് കൃത്യമായിട്ട് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു പദ്ധതി തീർച്ചയായിട്ടും നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളി മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നരേന്ദ്രമോദിജി ഇവിടെ ഒട്ടനവധി പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ടൂറിസം മേഖലയിൽ ഏറെ സാധ്യതയുള്ളതാണ് ഇടുക്കി മണ്ഡലം. ഇടുക്കി മേഖലയിൽ ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കാനും ഒരു ദീർഘവീക്ഷണമായ ഒരു പദ്ധതി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ചെറുപ്പക്കാർ അവർ ഈ നാട്ടിൽ നിൽക്കണം. വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചിട്ടുള്ള വികസന പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമാകണം. പ്രത്യേകിച്ചും അടിസ്ഥാന സൗകര്യ രംഗത്ത് ഇപ്പോൾ കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അടിസ്ഥാന സൗകര്യ രംഗത്ത് ദേശീയപാത വികസനം അതൊക്കെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ അത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ദേശീയപാതകളുണ്ട്. ഒന്ന് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ധനുഷ്കോടി വരെ പോകുന്ന ദേശീയപാത. അതിനകത്ത് കൊച്ചി മൂന്നാർ ഭാഗം
1250 കോടി രൂപയുടെ വലിയ വികസന പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നേര്യമംഗലത്ത് പുതിയ പാലം ഉൾപ്പെടെ യാഥാർത്ഥ്യമാകുന്നു. അതിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്. നാടിൻ്റെ സമഗ്രമായ വികസനം, അത് ജനങ്ങളുടെ ജീവനോപാധിയുടെ വികസനം തുടങ്ങി നാടിൻ്റെ പശ്ചാത്തല വികസനം തുടങ്ങിയുള്ള എല്ലാ വികസന രംഗത്തുമുള്ള ഇടപെടലുകളാണ്. ഇടുക്കി പോലൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും സ്വഭാവങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള പദ്ധതികളാണ് ഉണ്ടാവേണ്ടത്. അടിസ്ഥാനപരമായി പശ്ചാത്തല വികസനം ഉണ്ടാകണം. അവിടുന്ന് ടൂറിസം മലയോര മേഖലയുടെ പ്രധാനപ്പെട്ട സാധ്യതയാണ്. തൊടുപുഴയും മൂവാറ്റുപുഴയുടെയും ഒക്കെ സാധ്യത അത്, കോതമംഗലത്തിൻ്റെയും ഒക്കെ സാധ്യത അത് തന്നെയാണ്. അപ്പോൾ ടൂറിസം മേഖലയ്ക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു വികസന സങ്കല്പമാണ് ഇടുക്കിക്ക് വേണ്ടി ഉണ്ടാകേണ്ടത്. അത് ഇടുക്കി എന്ന് പറയുന്നതിന് ഒരു ടൂറിസം പ്രോഡക്റ്റായി ബ്രാൻഡ് ചെയ്യുകയും ലോകത്താകമാനം എത്തിക്കുകയും ചെയ്യണം. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ വാദിഭാഗം അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി. ചൊവ്വാഴ്ച കോടതിയെ സമീപിക്കുമെന്ന് വാദിഭാഗം അറിയിച്ചു. സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വാദിവിഭാഗം അഭിഭാഷകൻ മുബാറക് കഹ്താനിയുമായി ഇന്നലെ തന്നെ സൗദിയിലെ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ ചർച്ച നടത്തി. ഓൺലൈനായി നടന്ന ചർച്ചയിൽ അബ്ദുറഹീമിന്റെ അഭിഭാഷകൻ ഒസാമ അബു ഫൈസലും നിയമസഹായ സമിതി പ്രതിനിധികളും പങ്കെടുത്തു. മരിച്ച സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യം 15 മില്യൺ റിയാൽ അഥവാ 34 കോടി രൂപ റെഡിയാണെന്ന് എംബസി വാദിഭാഗം വക്കീലിനെ രേഖാമൂലം അറിയിച്ചു. ചൊവ്വാഴ്ച കോടതിയുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. മോചനദ്രവ്യം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് വാദിഭാഗം കോടതിയെ രേഖാമൂലം അറിയിക്കും. തുടർന്ന് അപ്പീൽ നൽകാനായി ഏതാണ്ട് 1 മാസത്തെ സമയം കോടതി നൽകും. ആർക്കും അപ്പീലില്ലെങ്കിൽ മേൽക്കോടതിയുടെ അനുമതി വാങ്ങി റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുകയും മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. അതേസമയം നാട്ടിൽ സമാഹരിച്ച 34 കോടി രൂപ സൗദിയിലെത്തിക്കാനുള്ള വഴികൾ ഇന്ത്യൻ എംബസിയും സഹായ സമിതിയുമെല്ലാം പരിശോധിച്ചു വരികയാണ്. റിയാദിലെ അസീസിയ അസ്കാൻ ജയിലിലാണ് ഇപ്പോൾ അബ്ദുറഹീം ഉള്ളത്. എംബസി പ്രതിനിധി യൂസുഫ് കാക്കഞ്ചേരി, സഹായ സമിതി ചെയർമാൻ CP മുസ്തഫ, അഷ്റഫ് വേങ്ങാട്ട്, മുഹമ്മദ് നജാത്തി, മുനീബ് പാഴൂർ, സിദ്ദീഖ് തൂവൂർ, കുഞ്ഞോയ് കാടമ്പുഴ തുടങ്ങിയവർ അഭിഭാഷകരുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു. ജലീൽ കണമകലം, 24 ജിദ്ദ. മലയാളികളുടെ കാരുണ്യ പ്രവാഹത്താൽ സൗദി ജയിലിൽ നിന്ന് കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം തിരികെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. ഇതിനിടെ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെക്കുറിച്ചും ചിലരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടാകും. നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ പ്രേമകുമാരി. മോചനദ്രവ്യം നൽകി നിമിഷയെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സാധ്യതകൾ തേടുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. അടുത്ത ആഴ്ചയോടെ നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിലേക്ക് തിരിക്കും. സനയിലെത്തി നിമിഷയെ കണ്ട ശേഷം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ സന്ദർശിച്ച് മാപ്പപേക്ഷിക്കും. മോചനദ്രവ്യം സ്വീകരിച്ച് നിമിഷയെ കൊലക്കയറിൽ നിന്നും മോചിപ്പിക്കാൻ അപേക്ഷിക്കാനാണ് യാത്ര. 2016 മുതൽ യമനിലേക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് യാത്രാനുമതിയില്ല. എന്നാൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരിക്ക് യമനിലേക്ക് പോകാൻ അനുമതി ലഭിച്ചത്. 12 വർഷമായി മകളെ കണ്ടിട്ടില്ലെന്നും നിമിഷപ്രിയയുടെ മോചനത്തിനായി സഹായിക്കണമെന്നും പ്രേമകുമാരി 24നോട് പറഞ്ഞു. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കൊരു നോക്ക് ആ രാജ്യത്ത് കാലുകുത്താനായിട്ട് ഒരു അനുഗ്രഹം കിട്ടണമെന്ന് ഞാൻ ദൈവത്തോട് യാചിക്കുകയാണ്. എങ്ങനെയാ പറയണമെന്നും എന്താ പറയണമെന്നും എനിക്കറിയാൻ പാടില്ല. എന്റെ മകളുടെ മോചനത്തിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് അവളെ രക്ഷിച്ചു നൽകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. 2020 യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് സനയിലെ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത്. ഭരണകൂടവും ഹൂതി വിമതരും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം ശക്തമായതിനെ തുടർന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ട നിയമസഹായങ്ങൾ ലഭിച്ചിരുന്നില്ല. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും മലയാളികൾ തുടർന്നു. വ്യവസായി MA യൂസഫ് അലി നേരിട്ടിറങ്ങി. ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇടപെട്ട് യമൻ കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീൽ തള്ളി വധശിക്ഷ ശരിവച്ചപ്പോഴും വിചാരണ കോടതി വിധി മോചനദ്രവ്യമെന്ന സാധ്യത തുറന്നു നൽകി. ഈ സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. 24 കൊച്ചി. സൗദിയിലെ ജയിലിൽ നിന്ന് മോചിതനാകുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വ്യവസായി MA യൂസഫ് അലി 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രഖ്യാപനം. റഹീമിന്റെ മോചനത്തിന് സഹായിച്ച 24ന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും MA യൂസഫ് അലി പറഞ്ഞു.
മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പാലക്കാട് തേങ്കുറിശ്ശി തെക്കേക്കരയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. തെക്കേക്കര സ്വദേശി സുരേഷാണ് മരിച്ചത്. കിണറിലകപ്പെട്ട സുരേഷിനെ 4 മണിക്കൂറിലധികം കഴിഞ്ഞാണ് പുറത്തെടുത്തത്. പഞ്ചായത്ത് കിണർ വൃത്തിയാക്കാനിറങ്ങിയ മറ്റ് 4 പേർ വടത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 12:30ഓടെയാണ് അപകടമുണ്ടായത്. പഞ്ചായത്ത് കിണർ വൃത്തിയാക്കാൻ ക്ലബ് അംഗങ്ങൾ കൂട്ടത്തോടെ രംഗത്തെത്തി. 4 പേർ വീതമാണ് ഒരേ സമയം കിണറിലിറങ്ങിയത്. കിണർ തിട്ട ഇടിയുന്നത് കണ്ട് വടത്തിൽ പിടിച്ച് ഉള്ളിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടപ്പോൾ കിണറിന് മുകളിൽ നിൽക്കുകയായിരുന്ന സുരേഷ് കിണറിലേക്ക് വീണു. ശരീരത്തിൽ കല്ല് പതിച്ചതോടെയാണ് എഴുന്നേൽക്കാനാകാത്ത വിധം കിണറിൽ അകപ്പെട്ടു പോയത്. ഈ കിണറിനകത്ത് ഈ പായലും മറ്റ് ഇതുകളൊക്കെ പിടിച്ചിട്ട് വേസ്റ്റൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇറങ്ങി ഏകദേശം ഒരു ബാച്ച് ഇറങ്ങി അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ ചൂലുകൊണ്ട് സൈഡ് ഈ പായലൊക്കെ കിടക്കണ്ടായിരുന്നു. ചൂലുകൊണ്ടൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി അടുത്ത ബാച്ച് 3 ആൾ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഈ അകപ്പെട്ട പുള്ളി മുകളിൽ നിൽക്കുമായിരുന്നു, കിണറ്റിന് മുകളിൽ നിൽക്കുമായിരുന്നു. ആ ഭാഗം മൊത്തം ഇടിഞ്ഞ് തള്ളി ഒന്നായി വീഴാനുണ്ടായത്. ഫയർഫോഴ്സും പോലീസും JCB ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ 4 മണിക്കൂർ കഴിഞ്ഞാണ് സുരേഷിനെ പുറത്തെത്തിക്കാനായത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. JCBന്റെ ഉപയോഗത്തോടെ നമുക്ക് അവർ സഹായത്തോടെ നമുക്ക് എടുക്കാൻ പറ്റിയത്. വെള്ളം അതിൽ കൂടുതൽ ഉറവുള്ള കാരണം തന്നെ മോട്ടറും മറ്റുള്ള ഫയർഫോഴ്സിനും എല്ലാവരും സഹായത്തോടെ എടുത്തു. വിഷുദിന ആഘോഷങ്ങൾക്കിടെയാണ് നാടിന് നൊമ്പരമായി യുവാവിന്റെ ദാരുണാന്ത്യം. 24 പാലക്കാട്. ഈ റിപ്പോർട്ടോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ്.